പ്രൈം ഡിബേറ്റ് അടുത്തതായി ചർച്ച ചെയ്യുന്നത് മറ്റക്കര ടോംസ് മോഡൽ സ്വാശ്രയത്തെ പറ്റിയാണ്. കോട്ടയം മറ്റക്കര ടോംസ് കോളേജിൽ കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല രജിസ്ട്രാർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് അട്ടിമറിക്കുന്നതായി ആരോപിച്ച് വിദ്യാർത്ഥികൾ ഇന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം പതിവ് പോലെ അതിര് കടന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കോട്ടയം സ്റ്റുഡിയോയിൽ നിന്ന് രക്ഷിതാവ്, അവിടുത്തെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ആവണീശ്വരം രാജശേഖരൻ ചേരുകയാണ്. യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ചർച്ചയിലേക്ക്. ശ്രീ ആവണീശ്വരം രാജശേഖരൻ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഇതിനോടകം തന്നെ മറ്റക്കരയിലെ ആ കോളേജുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും സജീവമായി കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, വലിയ സ്വാധീനമുള്ളതാണ് ഈ മാനേജ്മെൻറ്റ്. മറ്റു പലരെയും പോലെ തന്നെ നെഹ്റു കോളേജിൻ്റെ കേസ് വന്നപ്പോഴും ഉന്നയിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഇവിടെ വലിയ സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല, മുൻകാലത്ത് അവിടെ ഉയർന്ന തെളിവ് സഹിതം വിദ്യാർത്ഥികൾ നൽകിയ പരാതികൾ അടക്കം അട്ടിമറിച്ചു എന്ന വിവരങ്ങൾ പോലും ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷിതാവ് എന്ന നിലയിൽ പറയാനുള്ളത് എന്താണ്? എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാനടക്കം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അടക്കം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയോടും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീ ചിന്ത ജെറോം അടക്കമുള്ള നേതാക്കന്മാരോട്, ഔദ്യോഗിക ബോഡികളോട്, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അടക്കം രജിസ്ട്രാർ അടക്കമുള്ള മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരോടും ഈ കോളേജിൽ നടക്കുന്ന ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിച്ചപ്പോൾ, അത് തെളിവ് സഹിതം ഞങ്ങൾ പരാതിപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് അടിയന്തരമായി ഇത് അന്വേഷിക്കണമെന്ന് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ശ്രീ പത്മകുമാർ സാറിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് നേതൃത്വം സമ്മതിച്ചു. അത് പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നു. തെളിവെടുപ്പ് തുടരുന്നു, തെളിവെടുപ്പ് അട്ടിമറിക്കാനെന്നുള്ള പരാതിയുമൊക്കെ ഉണ്ട്. ആവണീശ്വരം രാജശേഖരൻ, ഞാൻ ചോദിച്ചത് അതിപ്പോൾ നിങ്ങൾ കൊടുത്ത പരാതിയെക്കുറിച്ചാണ്. നിങ്ങൾ രക്ഷിതാക്കൾ, ഈ കോളേജിൽ ഇത്ര വലിയ അതിക്രമങ്ങൾ, നെറികേടുകൾ നടക്കുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ സ്വാഭാവികമായും ഇതറിഞ്ഞിട്ടുണ്ടാവില്ലേ? നിങ്ങൾ സമയാസമയങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ചിരുന്നോ? അന്ന് എന്തായിരുന്നു ഈ മാനേജ്മെൻറ്റിൻ്റെ ഒരു സമീപനം? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആദ്യം ചോദിച്ചതുപോലെ മുൻപ് തന്നെ പരാതികൾ ഉണ്ടായിരുന്നു, ആ പരാതികളും കേസുകളും അട്ടിമറിച്ചു എന്നും പറയുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതുമായിട്ട് അറിയില്ല. മുൻപുള്ള പരാതികൾ ഇന്ന് യഥാർത്ഥത്തിൽ കോളേജിൽ വന്ന് മുൻപുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി പറയുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. നമ്മൾ എൻ്റെ മകനടക്കം അവിടെ, എൻ്റെ മകൻ അവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയതാണ്. ഈ കോളേജിനെ കുറിച്ച് അവിടുത്തെ നാട്ടുകാരോ പുറം ലോകമോ ഇന്ന് വരെ ഞങ്ങൾ രക്ഷിതാക്കളോടോ വിദ്യാർത്ഥികളോടോ ഇത്തരം കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കുഴപ്പം? ഒരു രക്ഷിതാവെന്ന നിലയിൽ പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട, ഇപ്പോൾ പറയുന്ന മുഖ്യമന്ത്രിയോടക്കം അന്വേഷണത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, രക്ഷിതാവെന്ന നിലയിൽ ബോധ്യപ്പെട്ട പ്രധാനപ്പെട്ട നെറികേടുകൾ എന്താണ്? പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്, അവിടെ യാതൊരുവിധമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് ഒന്നാമതായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. രണ്ടാമതായി, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഏതാണ്ട് ഒത്തിരി സൗകര്യങ്ങളുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു ബ്രാഞ്ചാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതിന് ഒരുപാട് ലാബ് സൗകര്യങ്ങളും കാര്യങ്ങളും വേണം. ഇത്തരം ഒരു ലാബ് സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കോളേജാണ്. മൂന്നാമതായിട്ട്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ലേഡീസ് വാർഡൻ എന്ന് പറയുന്ന ഇല്ല. ഈ ലേഡീസ് വാർഡൻ ഇല്ലാതെ അവിടെ പ്രവർത്തിക്കുകയും അവിടുത്തെ കോളേജിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ശ്രീ ടോം സി ജോസഫ് എന്ന് പറയുന്ന ആൾ രാത്രി അസമയത്ത് അടക്കം 7 മണിക്കും 8 മണിക്കും 10 മണിക്കും ഒക്കെ ഇദ്ദേഹം അവിടെ ചെല്ലുകയും കുട്ടികളെ വളരെ മോശമായ രീതിയിൽ കാണുകയും ലൈംഗിക ചുവയോടെ അടക്കം അവർ കുട്ടികളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി. നാലാമതായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത്, ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ 2 അധ്യാപകർ, സനീഷ് എന്നും കിരൺ എന്നും പറയുന്ന 2 അധ്യാപകർ കുട്ടികളെ അവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. 14ഉം 15ഉം 16ഉം ബെഡുകൾ അടുക്കിയിട്ട് കുട്ടികളെ പുഴുക്കളെ പോലെ ഞെരുക്കി അവിടെ പീഡിപ്പിക്കപ്പെടുകയാണ്. അഞ്ചാമതായിട്ട് അവിടെ പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് ആഹാരം കൊടുക്കുന്ന രീതി. പ്രതിമാസം 4000 രൂപ കുട്ടികളിൽ നിന്നും വാങ്ങിക്കൊണ്ട് വളരെ മോശമായ ഫുഡ് കൊടുക്കുന്നു. രാവിലെ റബ്ബർ ഉണ്ട പോലെയുള്ള ആഹാരമാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ചിക്കൻ കൊടുത്തു.
ആഴ്ചയിൽ ഒരു ദിവസവും മറ്റോ കൊടുക്കുന്നത്. ആ ചിക്കനിൽ നിന്നും പുഴുവിനെ കണ്ടെടുത്തപ്പോൾ ഈ ടോംസ് ടി ജോസഫിന്റെ അളിയൻ തന്നെയാണ്, ഭാര്യയുടെ ആങ്ങള തന്നെയാണ് ഈ ഹോസ്റ്റൽ നടത്തുന്നത്. അദ്ദേഹം പെട്ടെന്ന് വിദ്യാർത്ഥികളെ പിടിച്ചോണ്ട് പോയി അവരെ മാറ്റി അവിടുന്ന്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോം നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ചിന്ത, ഇന്ന് അവിടെ സന്ദർശിച്ചയാളാണ്. നേരത്തെ ഈ രക്ഷിതാവും പറഞ്ഞത് താങ്കളോടടക്കം അടിയന്തരമായി ഇടപെടണം, കേസെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നാണ്. അവിടെ നേരിട്ട് ബോധ്യപ്പെട്ടതാണോ ഇപ്പോൾ ഈ രക്ഷിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ പലതും? മാത്രമല്ല, ഈ ചെയർമാൻ്റെ മുറി വൃത്തിയാക്കുന്നത് പോലും വിദ്യാർത്ഥിനികളാണെന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നുവെന്നും അന്നവിടെ ആ കാലത്ത് മറ്റൊരു പേരിലുള്ള സ്ഥാപനം ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് സ്ഥാപനം ഉണ്ടായിരുന്നു, പിന്നീട് അത് ടോംസ് കോളേജായി മാറിയെന്നും എന്നാൽ പിന്നീട് വന്ന സർക്കാർ ആ കേസ് അട്ടിമറിച്ചു എന്ന നിലയിലുള്ള ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി ഇന്ന് രംഗത്തും വന്നിട്ടുണ്ട്. യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ നേരിട്ട് ഇക്കാര്യങ്ങളിൽ ബോധ്യപ്പെട്ടത് എന്താണ് അവിടെ സന്ദർശിച്ചപ്പോൾ? പത്താം തീയതിയാണ് യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് എത്തി ഇവിടുത്തെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരാതി നൽകിയത്. ഒരുപക്ഷെ ജിഷ്ണുവിൻ്റെ മരണം കേരളത്തിലെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കൾക്കും വലിയ ധൈര്യം പകർന്നു നൽകി എന്ന് വേണം നാം കാണാൻ. സ്വാശ്രയ കോളേജിൽ നിലനിൽക്കുന്ന അരാജകത്വങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥി വിരുദ്ധ പ്രവണതകളെ സംബന്ധിച്ച് തുറന്നു പറയുവാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറായിരിക്കുന്നു എന്നൊരു വലിയ മാറ്റം ജിഷ്ണുവിൻ്റെ മരണത്തോടു കൂടി സംഭവിച്ചിട്ടുണ്ട്. 10-ാം തീയതി എത്തിയ ഇവിടുത്തെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഏറെ ഞെട്ടിക്കുന്നവയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാനും സുമേഷ് ആൻഡ്രൂസ് എന്ന കമ്മീഷൻ അംഗവും കൂടി ഈ കോളേജ് വിസിറ്റ് ചെയ്യാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ കണ്ടപ്പോൾ ഒരുപക്ഷെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതിനേക്കാൾ ഭീകരമായ തരത്തിലാണ് കുട്ടികളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. 16, 18, 20 കുട്ടികൾ ഒരേ മുറിക്കകത്ത് വെന്റിലേഷൻ പോലുമില്ലാതെ ഇടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് അവിടുത്തെ ബോയ്സ് ഹോസ്റ്റലിൽ കുട്ടികൾ കൊണ്ടുവന്ന് ഞങ്ങളെ കാണിച്ചു തന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പറയുന്നത്, പ്രതിഷേധിക്കാൻ തിരിച്ചൊരു ശബ്ദം പറഞ്ഞാൽ റെസിഡൻസ് ക്യാമ്പസ് എന്നാണ് പറയുന്നത്. അങ്ങനെ റെസിഡൻഷ്യൽ ക്യാമ്പസിന് ആവശ്യമായ ഒരു സാഹചര്യവും അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ് പ്രഥമ ദൃഷ്ടിയാൽ കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീട്ടിൽ പോകാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം കൊണ്ടുവന്നാൽ ബാത്റൂമിനകത്തിരുന്ന് പോലും കഴിക്കാൻ അവരെ അനുവദിക്കാത്ത സാഹചര്യം. അതോടൊപ്പം തന്നെ പ്രതികരിക്കുന്ന കുട്ടികളെ കൗൺസിലിങ്ങിന് പറഞ്ഞു വിടുന്നു. ഇങ്ങനെ നിരവധിയായ പരാതികളുമായി കുട്ടികളും രക്ഷിതാക്കളും നമുക്ക് മുമ്പിലേക്ക് വരികയാണ്. അതോടൊപ്പം ഫീസ് ഒരു വെള്ള പേപ്പറിനകത്ത്, തുണ്ട് പേപ്പറിനകത്ത് റിസീവ്ഡ് എന്നെഴുതി സീലിട്ട് കൊടുത്ത രേഖകൾ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. ഭീമമായ തുക പോലും അത്തരത്തിലൊരു വെള്ള പേപ്പറിൽ, തുണ്ട് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. ആയിക്കോട്ടെ, ഏതായാലും 10-ാം തീയതി ചിന്ത ജെറോം 10-ാം തീയതി പരാതി കിട്ടി. നിങ്ങൾ അവിടെ പോയി കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. സർക്കാരിനും ഇവർ പരാതിയുമായി നിൽക്കുന്നു. ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ പോകുന്നത്? മാത്രവുമല്ല, മുൻപ് അവിടെ വിദ്യാർത്ഥികൾ തെളിവ് നിരത്തി പരാതി നൽകിയെന്ന് പറയുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ മുൻ വർഷങ്ങളിൽ? ആ കേസ് അട്ടിമറിച്ചു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതടക്കം പരിശോധിക്കാൻ കഴിയുന്ന നിലയിൽ കമ്മീഷന്റെ ഇടപെടൽ എങ്ങനെയാവും ഉണ്ടാവാൻ പോകുന്നത്? ഈ പരാതി ഞങ്ങൾക്ക് ലഭിച്ചത് 10-ാം തീയതിയാണ്. അതിനുശേഷം ഞങ്ങൾ സൈറ്റ് വിസിറ്റ് ഇന്ന് പ്ലാൻ ചെയ്യുകയും പോവുകയും ചെയ്തു. ഇനി അടിയന്തരമായി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്കും കോളേജ് അധികൃതർക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോടും 7 ദിവസത്തിനുള്ളിൽ കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ട് ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ പരാതികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ എനിക്ക് ഇപ്പോൾ ലഭിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് മാത്രമാണ്. അതുകൂടി എന്താണ് എന്ന് പോലീസിന്റെ അടുത്ത് അന്വേഷിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ശ്രീ അവനീശ്വരം രാജശേഖരൻ, ഇപ്പോൾ ഏതാണ്ട് കൈവിട്ട മട്ടിൽ മാനേജ്മെൻറ്റുകൾ നിൽക്കുകയാണ്. ഒരുപാട് പരാതികൾ വിവിധ കോളേജുകളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഏതായാലും ഒരു മൽപ്പിടുത്തത്തിനും അല്ലെങ്കിൽ ഒരു ഗുസ്തിക്കും ഒന്നും ഒരു മാനേജ്മെൻറ്റും തയ്യാറാകില്ല. ഇവിടുത്തെ സമീപനം എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന ചെയർമാൻ ടോം ടി ജോസഫ് അടക്കം ഉള്ള ചെയർമാനും അടക്കമുള്ള ആളുകൾ ഈ പുതിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരുടെ ഒരു സമീപനം, മാനേജ്മെൻറ്റിൻ്റെ സമീപനം? സർ, മാനേജ്മെൻറ്റിൻ്റെ വൃത്തികെട്ട സമീപനമാണ് ഈ കുട്ടികളെ ഇത്രത്തോളം ഈ വഴിയിലാക്കിയിട്ടുള്ളത്.
ഇപ്പോഴും യഥാർത്ഥത്തിൽ മാനേജർ എന്ന് വന്ന ഈ ടോം ടി ജോസഫിൻ്റെ അഹങ്കാരവും അവിടുത്തെ വൈസ് പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന ജോബി എന്ന് പറയുന്ന അധ്യാപകൻ്റെയും ശ്രീ സനീഷ് അടക്കം ഒരു അധ്യാപകരുടെയും അഹങ്കാരം ഇതുവരെ നിന്നിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. ഇന്ന് മുഴുവൻ പല അധ്യാപകരെയും നമ്മൾ നേരിക്കണ്ടു. ഇവരെല്ലാം ഏതാണ്ട് വലിയ രോഷത്തോടെ കുട്ടികളും രക്ഷിതാക്കളും ഏതാണ്ട് വലിയ തെറ്റ് നടത്തിയിട്ടുണ്ട്. ഇവരെ തമ്മിൽ ഏതാണ്ട് വലിയ തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവർ ഏതാണ്ട് വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞതിൽ മനസ്സിലാകുന്നത് ഒരു തരത്തിലുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവും മാനേജ്മെന്റിന് ഇത്രമേൽ വിവരങ്ങൾ നെറികേടുകൾ പുറത്തു വന്നിട്ടും മാറിയിട്ടില്ല. ശ്രീ അവണീശ്വരം രാജശേഖരൻ താങ്കൾ പറയുന്നത് വ്യക്തമാണ്. ചിന്താ ജെറോം, ഏറ്റവും അവസാനം ഇതിന്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നെഹ്റു കോളേജിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടായി, വൈകാരികമായി വിദ്യാർത്ഥികൾ ഇടപെട്ടു, ആ കോളേജ് തല്ലി തകർക്കുന്ന നിലയിലേക്കൊക്കെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ പോയി. ഇത്തരം പ്രശ്നങ്ങൾ കേരളം സജീവമായി ചർച്ച ചെയ്യുന്നു, സർക്കാർ ഇടപെടുന്നു, യുവജന കമ്മീഷൻ ഇടപെടുന്നു. ഇതിനിടയിൽ വീണ്ടും നശീകരണം ഒരു പ്രതിഷേധമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലി വിദ്യാർത്ഥി സംഘടനകൾ തുടരുന്നത്, SFI അടക്കം തുടരുന്നത് ഉചിതമാണോ? അതും പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഈ കോളേജിലടക്കം എല്ലാവരും ഇടപെട്ട് കഴിഞ്ഞിട്ടും പ്രതിഷേധത്തിൻ്റെ പേരിലും മറവിലും ഇങ്ങനെ ഒരു നശീകരണ സമരം, തകർക്കൽ സമരം വേണ്ടതാണോ ചിന്താ ജെറോം? അതും അവസാനിപ്പിക്കേണ്ടതല്ലേ? പൊതുവിൽ അക്രമത്തെ ന്യായീകരിക്കുന്നവരല്ല നമ്മൾ ആരും. അക്രമം ഉണ്ടാകുന്നത് പലപ്പോഴും പ്രതിഷേധാർഹമാണ് എന്ന അഭിപ്രായം നാം സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ചില ഘട്ടങ്ങളിൽ പ്രതികരിക്കാൻ വിദ്യാർത്ഥികൾ മറന്നുപോയാൽ എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്നത് എന്നത് ഒരു വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നെഹ്റു കോളേജിൽ ആ ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായതിൽ ഒരു ന്യായീകരണം നമുക്ക് കണ്ടെത്താം. പക്ഷേ നിങ്ങളടക്കം സർക്കാരടക്കം ഇടപെട്ടു തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകാം എന്ന് സർക്കാരും യൂത്ത് കമ്മീഷനും അടക്കം പറയുമ്പോഴും പിന്നെ എന്തിനു വേണ്ടിയാണ്? തെറ്റുകൾ തുറന്നു കാട്ടി തന്നാൽ പോരെ? വിദ്യാർത്ഥി സംഘടനകൾക്ക് കുറെ കൂടി സ്വതന്ത്രമായി ഈ ക്യാമ്പസുകളിലേക്ക് പോകാനും ഇടപെടാനും കഴിയുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലേക്കുള്ള വളരെ സെൻസേഷണലായി വേറൊരു തരത്തിൽ സമരത്തെ അല്ലെങ്കിൽ പ്രതിഷേധത്തെ കൊണ്ടുപോകുന്നത്? അതും അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ യൂത്ത് കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും കേരളത്തിലെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ക്ഷുഭിത യൗവനമാണ്. അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. ഇത്തരത്തിലുള്ള വളരെ അവരുടെ കൂടെ പഠിക്കുന്ന ഒരു സഹോദരനെ നഷ്ടപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ റൂമിലേക്ക് വലിച്ചു വരുത്തി നിങ്ങളുടെ വസ്ത്രധാരണം ഇങ്ങനെയായിരിക്കണം, ഷോൾ ഇടാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രതികരിക്കുന്ന വിദ്യാർത്ഥികളാണ് തെറ്റുകാരി എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. മറിച്ച് ഇത്തരം സ്ഥാപിത താല്പര്യങ്ങൾ, ആ സ്ഥാപിത താല്പര്യങ്ങൾ അവസാനിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ജനാധിപത്യ വേദികൾ കലാലയങ്ങളിലേക്ക് കൊണ്ടുവന്ന് സമഗ്രമായി അത് മറ്റൊരു വലിയ വിശാലമായ തരത്തിലാണ് ചിന്താ ജെറോം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷേ തീർച്ചയായും കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ വളരെ ജനാധിപത്യപരമായി തന്നെ ആ പ്രശ്നത്തെ നേരിടാനും അധികാരികളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാനുമാണ് വേണ്ടപ്പെട്ടവർ ശ്രമിക്കേണ്ടത് എന്ന ഒരു വിഷയമാണ് ചിന്തയോട് ഉന്നയിച്ചത്. യൂത്ത് കമ്മീഷൻ ആ വിധത്തിൽ ഇടപെടും എന്ന് വിചാരിക്കുന്നു. അടിയന്തരമായ ഇടപെടൽ മറ്റക്കര പ്രശ്നത്തിൽ അടക്കം സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിങ്ങളെപ്പോലുള്ള യൂത്ത് കമ്മീഷൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് രക്ഷിതാക്കൾക്ക് പ്രതീക്ഷിക്കാം എന്ന് തോന്നുകയാണ്. വളരെയധികം നന്ദി രണ്ടുപേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും സാഹചര്യങ്ങൾ വിശദീകരിച്ചതിനും നേരിട്ട് കണ്ട കാര്യങ്ങളടക്കം വിശദീകരിച്ചതിനും പ്രൈം ഡിബേറ്റിലൂടെ വിശദീകരിച്ചതിനും. പ്രൈം ഡിബേറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.